എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അടുത്ത സമയത്ത് എങ്ങനെ അടുത്ത് കാണുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫോട്ടോ കാണുകയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ അടുത്ത് സംസാരിക്കാനൊരു സാഹചര്യം ഉണ്ടായി, ദൂരെ നിന്നായാലും നിങ്ങളെന്ന് കണ്ടു, അടുത്ത് കണ്ടു, എന്ത് സാഹചര്യം ആവട്ടെ, നിങ്ങളുടെ ഒരു പിക്ചർ കാണുമ്പോഴായിരിക്കാം ആ സമയത്ത് അവരുടെ മനസ്സിൽ കൂടി പോയ ചിന്തകൾ എന്തായിരുന്നു, അവർക്ക് തോന്നിയ ഫീലിങ്സ് എന്തായിരുന്നു, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഫീലിങ്സും തോട്ട്സും രണ്ടും കൂടി ഒരുമിച്ച് തന്നെ നോക്കാം. നിങ്ങളെ നേരിട്ട് കണ്ട സമയത്ത് പിക്ചറിലായാലും നേരിട്ട് പരസ്പരം കാണുന്ന സാഹചര്യമായാലും അവരുടെ മനസ്സിൽ കൂടി പോയ ചിന്തകൾ, ഫീലിങ്സ് എന്തായിരുന്നു, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ, റീഡിങ്ങിലേക്ക് പോവാം നമുക്ക്. ഓക്കെ, ഇന്നും നല്ല മഴ പെയ്യുന്നുണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ റീഡിങ്ങിലേക്ക് പോവാം. പേഴ്സണൽ റീഡിങ് വേണ്ടവർ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ, ചെയ്തു തരുന്നതാണ്. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിന് വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി ഈ അടുത്ത കാലത്ത് എൻ്റെ വ്യൂവേഴ്സിനെ കാണുകയോ അവരുടെ പിക്ചർ കാണുകയോ അല്ലെങ്കിൽ അടുത്ത് സംസാരിക്കാൻ സാഹചര്യം ഉണ്ടാവുകയോ എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് എൻ്റെ വ്യൂവേഴ്സിനെ കണ്ട മാത്രമല്ല അവരുടെ മനസ്സിൽ കൂടി പോയ ചിന്തകൾ, ഫീലിങ്സ് എന്താണ്, എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ച് അവരുടെ മനസ്സിൽ കൂടി ആ സമയത്ത് കടന്നുപോയ ചിന്തകൾ, ഫീലിങ്സ് എന്താണെന്നൊന്ന് പറഞ്ഞത്. എടുക്കണേ. നയൻ ഓഫ് പെൻറ്റക്കിൾസ്, ഓക്കെ, ജഡ്ജ്മെൻറ്റ്, ടു ഓഫ് കപ്സ്, ശരി, നൈറ്റ് ഓഫ് കപ്സ്, ഹെയറോഫൻറ്റ്, നാച്ചുറലി, സ്റ്റാർ, ക്വീൻ ഓഫ് കപ്സ്, ഓക്കെ, സൺ, ടെൻ ഓഫ് പെൻറ്റക്കിൾസ്, അത് ശരി, Queen of Swords, Eight of Pentacles, Ace of Swords, bottom of the deck, Nine of Cups. Clarify Ace of Swords, clarify Ace of Swords, clarify Ace of Swords, clarify Ace of Swords, Ace of Swords. Ace of Cups, wow, രണ്ട് Ace ഒന്നിച്ച്, അതും Ace of Cups, ഔട്ട് ഓഫ് ദി വേൾഡ്. ആദ്യമായിട്ട് അവർ നിങ്ങളുടെ അപ്പിയറൻസാണ് ശ്രദ്ധിച്ചത് കേട്ടോ. നിങ്ങളെ കണ്ടിട്ട് ഇങ്ങനെ സ്റ്റണ്ടായിട്ട് നിന്ന് പോവുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ കണ്ണെടുക്കാതെ നിങ്ങളെ നോക്കിയിട്ടുണ്ടായിരിക്കും. പെട്ടെന്ന് ഭയങ്കര ഒരു അട്രാക്ഷൻ, ആകർഷണം തോന്നുക, കണ്ണെടുക്കാൻ പറ്റാതിരിക്കുക, മനസ്സെന്തോ പോലെ ആവുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ അവർ ചിന്തിച്ചിരുന്നു. നിങ്ങൾക്ക് ഇതുപോലൊരു വ്യക്തി എന്നെ എങ്ങനെ സ്നേഹിച്ചു എന്നൊക്കെ അവർ ചിന്തിക്കില്ലേ. നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റിയിൽ കുറച്ച് മയങ്ങി നിന്നുപോയി എന്നർത്ഥം. കണ്ണെടുക്കാതെ നിങ്ങളെ നോക്കിയിട്ടുണ്ടാവും. ഒന്നിൽ നിങ്ങളുടെ രൂപത്തിൽ അവർ ഭയങ്കര ആകൃഷ്ടരാണ്, നിങ്ങളുടെ മുഖം അവർക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മാറ്റം നിങ്ങളിൽ വരുത്തിയിട്ടുണ്ടായിരിക്കും, ഒരു ന്യൂ ഹെയർ കട്ടോ അല്ലെങ്കിൽ നിങ്ങൾ അന്നിട്ടിരുന്ന ഡ്രസ്സ് പർട്ടിക്കുലർലി വളരെ നല്ലതായിരുന്നിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ചിരിച്ച് സംസാരിക്കുന്ന ആ രീതി, നിങ്ങൾ ഇങ്ങനെ ജോളിയായിട്ട് സംസാരിക്കുന്നത്, അതൊക്കെ അവരിങ്ങനെ രസിച്ച് നോക്കി നിന്നു എന്നാണ് അവർ മെയിനായിട്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ അവർ ചിന്തിച്ചത്, ഇതുപോലൊരു വ്യക്തിയെ ഞാൻ എങ്ങനെ ഡിസേർവ് ചെയ്തു, എന്ത് കണ്ടിട്ടാണ് ദൈവം എനിക്ക് ഇങ്ങനൊരു ഭാഗ്യം തന്നത് എന്നൊക്കെ ചിന്തിക്കില്ലേ, അതുപോലെ ചിന്തിച്ചിരുന്നു കേട്ടോ. ദൈവത്തിന് ഒരു 100 നന്ദി അവർ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ കണ്ട ആ സമയത്ത്. കാരണം ഇവരെ എനിക്ക് തന്നല്ലോ എന്നുള്ള ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ് ഈ വ്യക്തി എൻ്റെ ലൈഫിൽ. അതിന് ദൈവത്തിന് തന്നെയാണ് നന്ദി പറയേണ്ടത്
എന്നുള്ള രീതിയിലും അവർ ചിന്തിച്ചിരുന്നു കേട്ടോ. 2 ഓഫ് കപ്സ് കണ്ടതിലുള്ള ആ സന്തോഷം, ചിലപ്പോൾ കുറേ നാൾ തമ്മിൽ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ തമ്മിൽ കുറേ നാൾ കഴിഞ്ഞിട്ടായിരിക്കണം ആ ഒരു റിയൂണിയൻ പോസിബിൾ ആയിട്ടുണ്ടാവുക. അതിൻ്റെ അതിഭയങ്കരമായ സന്തോഷം അവർക്ക്, എക്സൈറ്റ്മെൻറ്റ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇത്ര കാത്തിരുന്നിട്ടാണ് കാണാൻ പറ്റിയത് എന്നുള്ള ആ ഒരു സന്തോഷം ഉണ്ടല്ലോ. ഒന്ന് കൈയൊക്കെ കോർത്ത് പിടിച്ച് കാണും, കണ്ണിൽ നോക്കി സംസാരിച്ച് കാണും, വളരെ സ്നേഹമായിട്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിച്ച് തന്നിരിക്കാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരു ചോക്ലേറ്റ് ആയിരിക്കാം, ഒരു ഐസ്ക്രീം ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡ്രസ്സ് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ്, ചെറിയൊരു ഗിഫ്റ്റ് അവരുടെ ഓർമ്മയ്ക്കായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, എന്ത് തന്നെയാലും അവർ ആ നിമിഷം ചിന്തിച്ചത്, നിങ്ങൾ അവരുടെ ലൈഫിൽ വന്നതിന് ശേഷം അവർക്ക് ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ. ദൈവമായിട്ട് അവർക്ക് കൊടുത്ത ഒരു അനുഗ്രഹമാണ് നിങ്ങളെന്നാണ് അവർ ആ സമയത്ത് ചിന്തിച്ചത്. ഓവർവെൽംഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എന്താ പറയുക, നിങ്ങളെ കാണുമ്പോൾ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരു സ്ഥിതിയാവും. കാരണം നിങ്ങളിൽ അവർ മെസ്മറൈസ്ഡായി പോവുകയാണ്. മെസ്മറൈസ്ഡ് എന്ന് പറയും, മയങ്ങി പോവുക എന്ന് എനിക്ക് വാക്ക് കിട്ടുന്നുള്ളൂ മലയാളത്തിൽ. നിങ്ങളെ കാണുമ്പോൾ ഈ വ്യക്തിയെ ഡിസേർവ് ചെയ്യാൻ, ഞാൻ പറഞ്ഞില്ലേ, അവർ എന്ത് ചെയ്തു എന്നുള്ള ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതുപോലെ എന്നെ ഇവർ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു ഭയങ്കരമായ ഫീലിംഗ്, മനസ്സിങ്ങനെ നിറഞ്ഞു വരിക, അങ്ങനത്തെയൊക്കെ ഭയങ്കര ഓവർവെൽംഡായിട്ട് അവർ ഫീൽ ചെയ്യാറുണ്ട്. അത് അവർക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പെട്ടെന്നൊന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നി കാണും, ചിലപ്പോൾ കരച്ചിൽ വന്ന് കാണും, മനസ്സ് വിങ്ങിയിട്ട് കരച്ചിൽ വന്ന് കാണും, അങ്ങനെയൊക്കെ റിയാക്റ്റ് അവർ ചെയ്ത് കാണും. എന്താണ് പറയേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ അവർ ഫേസ് ചെയ്തിരുന്നു. നിങ്ങളൊരു താരമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അവർ സ്വയം നിങ്ങളുമായിട്ട് കമ്പയർ ചെയ്യും. അയ്യോ, എന്നെക്കാളും എത്രയോ മികച്ചതാണ് ഇവരെ ഒരിക്കലും വിട്ടുകളയാൻ പാടില്ല എന്നുള്ള രീതിയിൽ പിടിച്ച് വെക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എടുത്തു ചാടി ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇരുന്ന് ആലോചിച്ച് തീരുമാനിച്ച് വളരെ സ്ലോ പേസിൽ സ്റ്റേബിളായിട്ട് ആ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. ലൈഫ് ലോങ് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ചിന്ത തന്നെ ആയിരുന്നു അവർക്ക്. നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരണം, അവരുടെ കുടുംബത്തിലേക്ക് കമ്മിറ്റ്മെൻറ്റ് തരണം, അവരുടെ കുടുംബത്തിലേക്ക് നിങ്ങളെ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് തന്നെയാണ് അവർ ചിന്തിച്ചത്. ഓക്കെ, കുടുംബത്തിൻ്റെ ഓർമ്മയും വന്നിരുന്നു കേട്ടോ. അവരുടെ പാരൻസിനോട് സംസാരിക്കണം, അവരുടെ കുടുംബാംഗങ്ങളോട് സംസാരിക്കണം, അങ്ങനെയൊക്കെ. നിങ്ങളുടെ ഇടയിൽ ചിലപ്പോൾ ചില ഡിഫറൻസസ് ഉണ്ടായിരിക്കും, കാസ്റ്റ്, കൾച്ചർ, റിലീജിയൻ, സോഷ്യൽ സ്റ്റാറ്റസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിഫറൻസസ് ഉണ്ടായിരിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ സോൾവ് ചെയ്യണമല്ലോ എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ടും കാണുന്നു. എന്തുതന്നെ ആയാലും ഫാമിലിയുടെ അടുത്ത് നിങ്ങളുടെ കാര്യം പറയണമെന്ന് തന്നെ അവർ ചിന്തിക്കുന്നതായിട്ടും, നിങ്ങളെ അവരുടെ ഫാമിലി ആയിട്ട് തന്നെയാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. ഓൾറെഡി അവരുടെ മനസ്സിൽ നിങ്ങൾ അവരുടെ കുടുംബം തന്നെയാണ്. ഓക്കെ, വേറെന്താണ്, ക്ഷമയോടെ കൈകാര്യം ചെയ്യണം കാര്യങ്ങൾ, എടുത്തു ചാടി കുഴപ്പമാക്കരുത്, അങ്ങനെയൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എത്ര എഫേർട്ട് ഇട്ടാലും തെറ്റില്ല എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, എഫേർട്ട് ഇടേണ്ട ആവശ്യവും ഉണ്ട് അവിടെ, കാരണം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അതെല്ലാം സോൾവ് ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ്. ഡിവൈൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കട്ടെ, അതിന് വേണ്ട നമ്മൾ ചെയ്യേണ്ടുന്ന എഫേർട്ട് നമ്മൾ ചെയ്യാം എന്നും അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. കാരണം അവർക്ക് നിങ്ങളില്ലാണ്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് എന്ന് ഉള്ള ഒരു തിരിച്ചറിവ് അവർക്ക് ഉണ്ട്. കാരണം അത്രയ്ക്ക് സ്നേഹമാണ് നിങ്ങളുടെ സ്നേഹം അവർ മനസ്സിലാക്കിയിരിക്കുന്നു. നിങ്ങളവരെ എത്ര സ്നേഹിക്കുന്നുണ്ട് എന്നും അവർ മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. അവർക്ക് ഒരു പക്ഷേ നിങ്ങളുടെ ചിരി ഇഷ്ടമായിരിക്കുമേ, നിങ്ങൾ ചിരിക്കുന്നത്, പിന്നെ നിങ്ങളുടെ ചില ജസ്റ്റേഴ്സ്, ചില ആംഗ്യങ്ങൾ നിങ്ങൾ കാണിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും. നിങ്ങളുടെ കണ്ണുകൾ ഇഷ്ടമായിരിക്കാൻ സാധ്യതയുണ്ട്, നിങ്ങളുടെ സംസാരം ഇഷ്ടമായിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. വോയിസ് ഇഷ്ടമാവാൻ സാധ്യതയുണ്ട്. അതുപോലെ ചിലർക്കെങ്കിലും ലോങ് മുടി ഉണ്ടായിരിക്കാൻ സാധ്യത, ആ മുടിയും ഇഷ്ടമാണ് എന്ന് കാണുന്നു. പിന്നെ വേറെന്താണ്, അത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇവിടെ എസ്പെഷ്യലി കണക്റ്റ് ആയത്. ഓക്കെ, പിന്നെ നിങ്ങൾ എസ്പെഷ്യലി ഇവരെ കാണുന്ന സമയത്ത് നിങ്ങൾ കഴിച്ചോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടായിരിക്കും. അതൊക്കെ നമ്മളൊരു കെയറോട് കൂടി ചോദിക്കില്ലേ, അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളങ്ങനെ ചോദിക്കുന്നതൊക്കെ അവരുടെ കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കുന്നത് അവർക്ക് ഇഷ്ടമാണ്. നിങ്ങൾ അവരുടെ ഏറ്റവും വലിയ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് തന്നെ അവർ കരുതുന്നു. ഇവരെ എൻ്റെ ലൈഫിൽ വേണം
എന്ന് തന്നെ അവർ ഉറച്ച് ചിന്തിക്കുന്നതായിട്ട്. അവർ പൊതുവേ ഹാപ്പി ആയിട്ടിരിക്കുന്നവരാണ്. പക്ഷെ നിങ്ങളില്ലാത്തതിൻ്റെ ഒരു കുറവ് അവർക്ക് എപ്പോഴും ഉണ്ട്. എന്നും ഇവർ ഉണർന്ന് എണീക്കുമ്പോൾ തന്നെ നിങ്ങളെ ഓർത്തുകൊണ്ടായിരിക്കും എണീക്കുണ്ടാവുക കേട്ടോ. അതാണ് അപ്പോൾ അവരതാണ് നിങ്ങളെ കണ്ട മാത്രയിൽ ചിന്തിച്ചത്. ഇതുപോലൊരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ എന്നും കിട്ടിയതാണ്, അവരെ കൈവിട്ട് കളയാൻ പാടില്ല എന്നുള്ള രീതിയിൽ. സൗഭാഗ്യം കിട്ടിയതിന് കൈവിട്ട് കളയാൻ പാടില്ല എന്ന്. എല്ലാം ഡിവൈൻ ടൈമിങ്ങിൽ ശരിയാകും, അല്ലെങ്കിൽ ഡിവൈനിന് വിട്ടുകൊടുത്തിട്ട് വെയിറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് കേട്ടോ. തീർച്ചയായും നിങ്ങളുമായിട്ടൊരു ന്യൂ റൊമാൻറ്റിക് ബിഗിനിങ് വേണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. അതൊരു സാധാരണ വെറും ഒരു റൊമാൻസ് അല്ല, ഏറ്റവും ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം തന്നെയാണ്. കാരണം നമുക്കിവിടെ ഏസ് ഓഫ് കപ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നിങ്ങളെ എത്ര മിസ്സ് ചെയ്തിരുന്നു എന്നൊക്കെ അവർ പറഞ്ഞു കാണും നിങ്ങളുടെ അടുത്ത്. കുറച്ച് നാൾ ഗ്യാപ്പ് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും എന്തുമാത്രം മിസ്സ് ചെയ്തു എന്നറിയാവോ, അല്ലെങ്കിൽ കാണാതിരിക്കുന്ന ഓരോ നിമിഷവും മിസ്സ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കാണും കേട്ടോ. കുറച്ച് കാർഡ്സ് ഇവിടെ എടുക്കാം. ലവേഴ്സ്, ഐ ലവ് യു എന്നൊരു 50 പ്രാവശ്യമെങ്കിലും പറഞ്ഞു കാണും. നിങ്ങളുടെ രണ്ടുപേരിൽ ഒരാൾ കുറച്ച് ഫെയർ ആയിട്ടും ഒരാൾ കുറച്ച് ഡാർക്കായിട്ടിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. സ്കിൻ കളർ ഡിഫറൻസസ് ഉള്ളതായിട്ട് കാണുന്നു. അതൊരു വലിയ വ്യത്യാസമൊന്നല്ല ഞാൻ പറഞ്ഞത്, വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാൽ വളരെയധികം പരസ്പരം സ്നേഹിക്കുന്നുണ്ട് എന്ന് കാണുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളെ ഇതുപോലെ ഒന്ന് ചേർത്ത് പിടിക്കണം എന്നൊക്കെ അവർക്ക് ആഗ്രഹം തോന്നിയിരുന്നു കേട്ടോ, നാച്ചുറലി അല്ലേ. ഓരോ കോൺസ് വെച്ച് ഒരു കമ്മ്യൂണിക്കേഷൻ, ഐ മീൻ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുമായിട്ട് വേണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. ന്യൂ ബിഗിനിങ്ങിൻ്റെ ഒരു 10,000 കാർഡ് എന്ന് വന്നിട്ടുണ്ട് അല്ലേ. നിങ്ങൾക്കൊരു പ്രപ്പോസൽ, ഒരു കല്യാണം, ഞാൻ പറഞ്ഞില്ലേ അവരുടെ കുടുംബത്തിലേക്ക് നിങ്ങളെ ഇൻക്ലൂഡ് ചെയ്യണമെന്നാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, ഇതുവരെയും അവർ അവരുടെ സ്നേഹം തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു പ്രപ്പോസൽ ചെയ്തും കാണും. ഒരു പ്രപ്പോസൽ നിങ്ങൾക്കായിട്ട് അവർ ചെയ്ത് കാണും, അല്ലെങ്കിൽ അത് വിവാഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കുടുംബത്തിനോട് സംസാരിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലും നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കാണും കേട്ടോ. അവരതിനെപ്പറ്റി ചിന്തിക്കണ്ടായിരുന്നു. നിങ്ങളോട് പറഞ്ഞോ പറഞ്ഞില്ലയോ കുടുംബത്തിനോട് സംസാരിക്കണം എന്നുള്ള രീതിയിൽ ഒരു പ്രപ്പോസൽ, ഒരു വിവാഹത്തിലേക്ക് എത്തിക്കണം എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞതായിട്ട് കാണുന്നു. ഇമോഷണലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് കേട്ടോ. നിങ്ങളില്ലാതെ അവരുടെ ലൈഫിൽ അവരെന്ത് ചെയ്യുമെന്ന് അവർക്ക് അറിയില്ല. കാരണം അവരുടെ പല കാര്യങ്ങളും നിങ്ങൾ ഒരുമിച്ചില്ലെങ്കിൽ പോലും അവരുടെ ദൂരെ ഇരുന്നിട്ടായാലും അവരുടെ സകല കാര്യങ്ങളും മാനേജ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളാണ്. ഓക്കെ, അവർക്ക് തനിയൊരു ഒന്നും ചെയ്യാൻ അറിയില്ല എന്നൊരു സ്ഥിതിയാണ്. അപ്പോൾ അവരുള്ളത് കൊണ്ട്, നിങ്ങളുള്ളത് കൊണ്ട് അവർ സമാധാനമായിട്ട് ജീവിക്കുന്നു എന്നാണ് അവർ കരുതുന്നത്. കാരണം ഒന്നിനെക്കുറിച്ച് ഓർത്ത് ബോധറിയേണ്ട കാര്യമില്ല. നിങ്ങൾ ദൂരെ ഇരുന്നിട്ടായാലും സകലമായ കാര്യങ്ങളും അവർക്ക് ഏറ്റവും കംഫർട്ടബിളായ രീതിയിൽ ചെയ്തു കൊടുക്കാറുണ്ട്. അതൊക്കെ അവർ ചിന്തിക്കണ്ടായിരുന്നു. ഇവരില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്ന് ചിന്തിക്കില്ലേ. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് കൂടിയിട്ടാണ് അവർക്ക് നിങ്ങളെ വിട്ട് കളയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. ഓക്കെ, ഒരു 2 കാർഡ് കൂടെ എടുക്കാം. നിങ്ങളുടെ പേഴ്സൺ ഇച്ചിരി പ്രബലമായ സ്ഥാനത്തൊക്കെ ഇരിക്കുന്ന വ്യക്തിയായിരിക്കാം കേട്ടോ. വീണ്ടും നിങ്ങളുടെ ഇടയിൽ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ അങ്ങനത്തെ ഡിഫറൻസസ് ഉള്ളതായിട്ട്, ഏജ് ഡിഫറൻസ് സാമാന്യമുള്ളതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, എന്തു തന്നെ ആയാലും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അവരുടെയും കൂടിയാണ്. നിങ്ങളെ പ്രതി അവർക്കൊരു പ്രൊട്ടക്റ്റീവ് ഫീലിംഗ് ആണ് കേട്ടോ. നിങ്ങളെ കാണുമ്പോഴൊക്കെ ഇങ്ങനെ ചേർത്ത് നിർത്തി പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളൊരു ഫീലിംഗ് ആണ് അവർക്ക് തോന്നാറുള്ളത്. നിങ്ങളെ ഏറ്റവും കംഫർട്ടബിൾ ആക്കണം. നിങ്ങൾ അവരെ പറ്റി ചിന്തിക്കും പോലെ തന്നെ അവർ തിരിച്ചും ചിന്തിക്കുന്നത് നിങ്ങളെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യണം, നിങ്ങളെ ഏറ്റവും സേഫ് ആക്കണം, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തണം, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരണം, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് അവർ ഏറ്റെടുത്ത് ചെയ്യണം. അങ്ങനെയൊക്കെ അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഒരു ഭർത്താവ് എന്നുള്ള രീതിയിൽ തന്നെ അവരാണ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടുന്ന വ്യക്തി. അങ്ങനെ നിങ്ങൾ ഫെമിനൈൻ ആണെങ്കിൽ ആ ഒരു രീതിയിൽ ഒരു ഭാര്യ എന്നുള്ള നിലയിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തേണ്ടുന്നത് നിങ്ങളാണ്. അവർക്ക് വേണ്ട ഏറ്റവും കംഫർട്ടബിൾ ആക്കേണ്ടത് നിങ്ങളാണ് എന്നൊക്കെയുള്ള ചിന്ത തിരിച്ചും മറിച്ചും തോന്നാറുണ്ട്. ഓക്കെ, ലാസ്റ്റ് കാർഡാണ്, ഒന്ന് ഷഫിൾ ചെയ്തിട്ടെടുക്കാം.
കാർഡ് കയ്യിൽ നിന്ന് ചാടി പോകാൻ നോക്കി. 6 ഓഫ് പെൻറ്റക്കിൾസ്, നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ പ്രതി പ്രൊട്ടക്റ്റീവ് ഫീലിംഗ് ആണ്, മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾക്ക് വേണ്ടി എന്ത് സഹായം ചെയ്യാനും അവർ റെഡിയാണ്. നിങ്ങൾ അവരോട് ചോദിക്കണം അധികാരത്തോടെ എന്നാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് വേണോ അത് നിങ്ങൾ അധികാരത്തോടെ തന്നെ അവരോട് ചോദിക്കണം. നിങ്ങൾ അവർക്ക് രണ്ടാമതൊരു വ്യക്തിയല്ല, നിങ്ങൾ അവരുടെ സ്വന്തമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ ഇതിലും നിങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ട്. അത് ചോദിക്കാനും വാങ്ങിക്കാനുമുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് എന്ന് തന്നെയാണ് അവർ കരുതുന്നത്. ഓക്കെ, എങ്ങനെയാണ് അവർ ചിന്തിച്ചത്. എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് ചോദിച്ചൂടെ എന്ന് പറയുന്ന ആ ഒരു ഇതില്ലേ, ആ രീതിയിൽ എന്തിനാ മടിക്കുന്നത്, എന്നോടല്ലേ ചോദിച്ചൂടെ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടും കാണും. ഓക്കെ, ഓവറോൾ നല്ല ചിന്തകളാണ് അല്ലേ. ഞാൻ അങ്ങനെ എന്താ പറയുക, നെഗറ്റീവായിട്ട് യാതൊരു തോട്ട്സും എനിക്ക് അവിടെ കണ്ടില്ല. അല്ല പറ്റിച്ചിട്ട് പോകണമെന്നോ എന്താണ് പൈസയാണോ വേണ്ടതെന്നോ അങ്ങനെ ഒന്നും അല്ല. അവർക്ക് ആത്മാർത്ഥമായ സ്നേഹം, കമ്മിറ്റ്മെൻറ്റ് എന്ന് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, പക്ഷെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് സ്ലോ പേസിൽ പതുക്കെ ആലോചിച്ച് മുന്നോട്ട് പോയാൽ മതി എന്നും അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. എടുത്ത് ചാടി ഓടിപ്പോയി പ്രപ്പോസ് ചെയ്ത് അങ്ങനെയല്ല. സമാധാനമായി ചിന്തിച്ച് സൂക്ഷിച്ച് എന്താ റിലേഷൻഷിപ്പിന് ഒരു കോട്ടവും തട്ടാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി ഒരറ്റം എത്തിക്കണമെന്നാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ്. അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, പിന്നെ കമൻറ്റും ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്താലേ നമുക്ക് ഹൈപ്പിനുള്ള ഓപ്ഷൻ കിട്ടുള്ളൂ. ഓക്കെ, ഒന്ന് ചെയ്തു തരണേ പ്ലീസ്. വീഡിയോയ്ക്ക് ഒരു റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കൂടുതൽ ഹൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും വീഡിയോയ്ക്ക് നമുക്ക് കുറച്ചുകൂടെ റീച്ച് കിട്ടും. ഓക്കെ, വേറെന്താണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ പേഴ്സണൽ റീഡിങ് വേണ്ടവർ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്തോളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.